ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളയിൽ വന്ന് ഇവിടെ ഇരിക്കുവാറ്. ഞാൻ പറഞ്ഞില്ലേ, പനിയാണ് ചെറിയ. നടക്കാൻ പറ്റുന്നില്ലാത്ത തോന്നുന്നു. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പണികളൊക്കെ ചെയ്യാനുള്ളൂ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്നാണെന്നറിയാം? നമ്മൾ അപ്പമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം മാവെല്ലാം മാറ്റി കൊടുത്തു സെറ്റായിട്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് ഇത്രയുള്ളൂ കേട്ടോ. അപ്പത്തിൻ്റെ മാവൊക്കെ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, ചെറിയ കൊച്ചു കുടുംബമല്ലേ. ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള രാവിലെ 4 മണിക്ക് കഴിക്കാനുള്ള 2 ചുട്ട് കഴിക്കാനുള്ള മാവ് ഉണ്ടാക്കാറുള്ളൂ. ടി വി നിർത്തണം. ഈ നമ്മുടെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാട്ടോ സൂര്യൻ്റെ പ്രകാശം. അപ്പോൾ രാവിലെ നല്ല വെട്ടമുണ്ട്. സാങ്ങോട്ടം പോയിട്ട് വന്നതുകൊണ്ട് ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവന് ചിക്കൻ മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം. കറി വെക്കുന്നതിന് വീഡിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ, ഒത്തിരി ലെങ്തായി പോകും. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ആർക്കും കാണാൻ. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ഒരു വിരലയിൽ ഭയങ്കരമായിട്ട് ഒരു മുള്ളു കുത്തിക്കയറിന്. ചെറിയ വേദനയുണ്ടായില്ല, പരുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വേദന എൻ്റെ അതും ഉള്ളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അകത്ത് മുള്ളൊന്നുമില്ല. മുള്ളുണ്ട് എനിക്കറിയാലോ. നമ്മുടെ സാങ്കുട്ടനെ എണീറ്റിട്ടില്ല. സാങ്കുട്ടനെ അവിടെ കിടന്ന് ഉറങ്ങുന്നില്ല. സാമേ എണീക്കുന്നുണ്ടോടാ? എണീക്കുന്നുണ്ടോ? ഇന്നിവിടെ പള്ളി പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഞായറാഴ്ച പിന്നെ താമസിച്ച് ഇപ്പോൾ വൈകുന്നേരം പോയാൽ മതി പള്ളിയിൽ. അപ്പം അതുകൊണ്ട് അവിടെ കിടക്കട്ടെ അല്ലേ. അപ്പം ഞാൻ എന്നാൽ പണിയിലേക്ക് കിടക്കട്ടെ. എനിക്കിവിടെ ഒരാൾ കൂട്ടിയിരിപ്പുണ്ട്. ഈ തണുപ്പ് കാലമാകുമ്പോൾ നല്ല വേദന കേട്ടോ. വാദമായതുകൊണ്ടേ തണുപ്പ് ചൂട് ഓവർ ചൂടും പറ്റത്തില്ല, ഓവർ തണുപ്പും പറ്റത്തില്ല. രണ്ടായിരത്തി 2025 നമ്മുടെ ചാനലൊന്ന് അടിച്ചുപൊളിയായിട്ട് നല്ല രീതിക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷേ നടക്കുമെന്ന് തോന്നില്ല അല്ലേ. ഓൺലൈൻ്റെ ഒന്നും ആയില്ലല്ലേ. ഓൺലൈനായിട്ട് എന്തെങ്കിലും തുടങ്ങുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. ഇനി ചിക്കനൊക്കെ കുറച്ച് നേരത്തേക്ക് മഞ്ഞളും ഉപ്പിട്ടുന്നു. ഞാൻ ഉപ്പിടാറില്ല കേട്ടോ, കാരണം ഇവിടെ ഉപ്പ് കുറച്ച് മതി. ചിലപ്പോൾ ഈ കഷ്ണത്തിൽ കയറി ഉപ്പ് പിടിക്കും. കുറച്ച് മഞ്ഞളിൻ്റെ അകത്തിട്ട് ഒരു നമ്മൾ ആ കറിക്ക്
അരിഞ്ഞെടുക്കുന്നോടം വരെ കുറച്ച് നേരം മഞ്ഞളിനകത്ത് ഇടുന്നത് നല്ല കേട്ടോ. അതായത് നമ്മുടെ സവോളയും സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്ന സമയം വരെ. ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. എല്ലാവരും വെള്ളത്തിൽ കിടക്കും. നമുക്കേ ഇതില്ല, നമ്മുടെ ഇഞ്ചിയില്ല, ഇഞ്ചി മുറ്റത്ത് എടുത്തു വെച്ചിട്ടുണ്ടോ? എൻ്റെ ആ പേഴ്സിന്നാ അതോ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിവിടെ റെൻ്റല്ലേ കിട്ടുന്നത്, എൻ്റെ പേരില്ല റെൻ്റ്. അപ്പം അതിൻ്റെ കാര്യം പറയരുത്. നോക്കാം. 2-3 ചോട് ഇഞ്ചി ഞാനിവിടെ കുറേ നട്ടായിരുന്നു, പക്ഷേ അതിനകത്ത് 2-3 ചോടെ പിടിച്ചുള്ളൂ. നോക്കട്ടെ. നട്ടിട്ട് കുറേ നാളായത് കേട്ടോ, ഇതൊന്നും വളരുന്നൊന്നുമില്ല. തുമ്പ വേണം തോന്നുന്നു കേട്ടോ. ഇത്രയും കിട്ടി കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം നട്ടതായിരുന്നു. ചുമ്മാ എന്തെങ്കിലും ഉണ്ടോ നട്ടത്, എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമുക്കൊരു പ്രശ്നം. ഇഞ്ചി ഇല്ലെങ്കിൽ എടുക്കാനേ കടയിൽ പോയി മേടിച്ച് കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോൾ ഈ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ടിട്ട് എൻ്റെ ഒരു പുതിനയിലേക്ക് ഇട്ടിട്ടൊരു വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് തീർത്ത ഒരു ചോടും കൂടി പറിച്ചു. ചെയ്യട്ടെ. അവനെ നട്ട സ്ഥലത്തൊന്നും ആയിട്ട് കഴിഞ്ഞ വർഷം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. നട്ടയിലൊന്നും ഇട്ടില്ല കേട്ടോ. ഈ വർഷം നമുക്ക് കുറച്ച് ഇഞ്ചി നട്ടണം. എന്തിനാണെന്നറിയോ? ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇല്ലെങ്കിൽ എടുക്കാൻ. ഞാൻ മേടിക്കുന്നുണ്ട്, ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും കടയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ പോകണം, എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് സ്ഥലമില്ല കേട്ടോ. നമുക്കൊരു ഇച്ചിരി സ്ഥലമുള്ളൂ, പുറകെ വശത്താണെങ്കിലും കുറച്ച് സ്ഥലമുള്ളൂ ഇവിടെ. പിന്നെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ബിൽഡിങ് അച്ഛൻ കിടന്നേക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നടാൻ സ്ഥലമില്ല. അത് നിങ്ങൾക്ക് നിൽപ്പുണ്ട്, വാഴ നിൽപ്പുണ്ട്, തേങ്ങ, നമ്മുടെ പേര, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇതിൽ. ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ സവാള അരിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് കണ്ണിൻ്റെ അകത്ത് ഭയങ്കര ചൊറിച്ചിൽ പോലെ വരും. അപ്പോൾ കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. അത് നമ്മുടെ കണ്ണാടി ഇട്ട് വെച്ചു. ഇനി എന്തെങ്കിലും പവർ വ്യത്യാസം വന്നാണെന്നറിയില്ല. നല്ല പവർ കുറഞ്ഞു പോയായിരുന്നു കേട്ടോ കണ്ണിന്. കാഴ്ച ശരിക്കും കുറവാണ്. ലോങ് സൈറ്റാണ്, അല്ല ഷോർട്ട് സൈറ്റ്. പവർ കൂടിയ കണ്ണാടി ആയതുകൊണ്ട് ഈ
ഇങ്ങനെ ഇരിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല കേട്ടോ കണ്ണാടി. അയ്യോ തൊഴിഞ്ഞിട്ട് വലിയ അതെടുത്ത് ചെയ്തമ്മാ. പിന്നെ ഒരു സ്പീക്കർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പാട്ട് കേൾക്കാനുള്ള തയ്യാറെടുപ്പില്ല. അതിന് ഭയങ്കര ഇഷ്ടം പാട്ട്. അതിനത് ആ മറ്റേ വാൽനട്ടല്ലേ കട്ടൻ ചായ വന്നു. സ്പീക്കർ കണ്ട് ചെയ്താൽ പിന്നെ ഞാൻ ഓൺ വോയിസ് വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത്? പാട്ട് വെച്ചാ അവിടെ ഉണ്ട്. ഇത് കട്ട് ചെയ്യണം കേട്ടോ. ഒന്നും ആയിട്ടില്ല. തൊലി പൊളിച്ച് വെച്ചിട്ട് ഇനി ഇതെല്ലാം അരിഞ്ഞെടുക്കണം. ചിക്കൻ ഇവിടെ കഴുകി വെച്ച് വെക്കാതെ കഴുകിയെടുക്കാൻ പോവാണ്. ഞാൻ ഇത് ചെയ്യണം. അപ്പം നമുക്ക് കരിയാപ്പില കുറച്ചുകൊണ്ട് വശത്ത് നിൽക്കുന്നു. നമ്മുടെ ചാമ്പയുടെ ഈ താഴെ ഭാഗത്ത് മാത്രം പൂക്കുന്നുണ്ട്. മുകളിലേക്ക് 1-2 കായൊക്കെ ഉള്ളൂ. അത് കേടായി പോവാ ഭയങ്കരമായിട്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ട് ശംഖുപുഷ്പം ഉണ്ടായിരിക്കുന്നതാണ്. കണ്ടോ അടിപൊളിയല്ലേ? അത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ചപ്പ് ചവറൊക്കെ ഇവിടെ നിന്ന്, അതായത് പുല്ല് വെട്ടി കളഞ്ഞപ്പോൾ അത് കുറേ വലിച്ചുറച്ച് കളഞ്ഞായിരുന്നു. പിന്നെയും തളർത്തില്ല. പേരയിലും പുഴു പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു കാലാവസ്ഥയുടെ വ്യതിയാനമാണെന്ന് തോന്നുന്നു. ചില പേരയ്ക്കൊക്കെ പറഞ്ഞില്ലേ ഇതുണ്ട് ഇങ്ങനെ ഈ ഒരു സൈസ് പാണ്ട് പോലെ വന്നിട്ട് പിന്നെ അത് കേടായി പോകും വലുതാകുമ്പോഴത്തേക്കും. അത് മൂക്കുമ്പോഴത്തേക്കും പറിക്കണത്. ചിലതൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇടയ്ക്കിതെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടുത്തെ ആ മരമില്ലേ, ആ വലിയ മരം വെട്ടിക്കളഞ്ഞു കേട്ടോ. അതിൻ്റെ പേരിനായിരുന്നു പനിനീർ ചാമ്പ വെട്ടിക്കളഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ കുറേ കരിയിലയും വേസ്റ്റെല്ലാം ഉണ്ട്. അതെല്ലാം കളയണം. ഇതോട്ട് നമ്മുടെ കപ്പാടെ ഉള്ളൊരു കറിവേപ്പിലിൻ്റെ മരമാണേ. ഇതിൻ്റെ നമ്മൾ കറിവേപ്പില കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഐഡിയാപരമായിട്ട് അല്ല ഒരു അതിൻ്റെ അകത്തൊരു സംഗതിയുണ്ട്. അതായത് ഇങ്ങനെ കുടിക്കും, ഇങ്ങനെ കുടിക്കുവാണെങ്കിൽ ആ തളിർപ്പയിൽ നിന്ന് വീണ്ടും 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 ഉണ്ടായി വന്നോളൂ. ഇതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നത്. ഇതുകൊണ്ടോ പിന്നെയും നന്നായിട്ട് ഉണ്ടായി വന്നോളൂ കേട്ടോ. ഇങ്ങനെ കുടിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. ഇത് നമ്മുടെ ഉപേക്ഷിക്കപ്പെട്ട കിണറാട്ടത്. ഇതിൻ്റെ അകത്ത് വെള്ളം കുടിക്കാൻ കൊള്ളില്ല, ഒട്ടും കുടിക്കാൻ കൊള്ളില്ല. നമ്മളത് നോക്കാറ് പോലില്ല കിണറിലേക്ക്. ക്ലീൻ ചെയ്ത് ഒരു 2 വർഷം മുന്നേ ഒന്ന് തേവി നോക്കിയായിരുന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ ഈ കറുത്ത മണ്ണ്, കറുത്ത കളർ എന്തൊരു ചെളിയോ, അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കുഴൽ കിണറടിക്കേണ്ടി വരും. അപ്പം അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് കേട്ടോ. ഈ ചെടികളെല്ലാം എല്ലാം ഉണങ്ങിപ്പോയി. എല്ലാം നല്ല നമ്മുടെ എന്താ പറയുന്നത് 10 മണിച്ചെടിയായിരുന്നു. ചെടികളെല്ലാം പോയി. ഇനി കുറേ നടണം, ചെടി നടണം. ഒക്കെ നടാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ. നമുക്ക് വലിയ ഒത്തിരി സ്ഥലങ്ങളൊന്നും ഇങ്ങനെയൊക്കെ ഓരോരോ സൈഡുകളൊക്കെ ഉള്ളൂ.
ഇത് ചെടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതൊരു ഇലച്ചേമ്പാട്ടോ. ഈ വേറെ പേരുണ്ടോയെന്ന് അറിയത്തില്ല. ഇതൊരു ഇലയും തണ്ടും കൂടി കറി വെക്കുന്ന ചേമ്പാത്. ഇത് ഉണങ്ങിപ്പോയതായിരുന്നു. പിന്നെ ഈ സൈഡിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും തളർത്ത് വന്ന് കായിടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വളത്തിൻ്റെ പോരായ്മയാണെന്ന് അറിയത്തില്ല. കായിടാൻ ഇച്ചിരി താമസം. നടണം. കുറച്ച് പച്ചക്കറിയൊക്കെ വെറുതെ നട്ടു വെക്കണം. നമ്മുടെ ചിക്കൻ കറി അടുപ്പത്തായി. ഇപ്പം നോക്കിയപ്പോൾ കറിവേപ്പിലില്ല. അപ്പം ചൂടാൻ തുടങ്ങിയോ? ഈ കറി ആയില്ല കേട്ടോ. ആയില്ല ചാറായില്ല. സമയമായില്ലല്ലോ. ആ ചുട്ട് ഇരുമ്പോഴത്തേക്കും ആവുമായിരിക്കും. രാവിലെ കടിക്കാനുള്ള ധൃതിയാണ്. തീ കുറച്ച് വെച്ചായിരുന്നോ? ഞാൻ തന്നെയാണോ കുറച്ച് വെച്ചേ? അതിനെത്ര കുറച്ച്? അതെ. ചൂടുവെള്ളം ഒരു ഗ്ലാസും കൂടെ ഒഴിച്ചാലോ? വേവാനുണ്ട് ശരിക്കും. എന്നാൽ ആ ചൂടുവെള്ളം ഒരു ഗ്ലാസ് ഇങ്ങനെ തരാമോ? ഇപ്പുറത്തെ സൈഡിലേക്ക് വലിയ അടുപ്പയിലേക്ക് എടുത്ത് വെക്കാം. ശകലം ഒഴിച്ചു അതിലേക്ക്. വലിയ അടുപ്പയിലേക്ക് എടുത്ത് വെക്കാം. ഇപ്പുറത്തെ സൈഡിൽ എന്നാന്നറിയാം, ആ സൈഡിൽ നിന്ന് താഴെ പോകുന്നൊരു എന്ത് ചെയ്യുന്ന അതിൻ്റെ ആ സ്റ്റാൻഡ് എന്ത് ഈ അടുപ്പിൻ്റെ അടുപ്പിൻ്റെ സ്റ്റാൻഡ് കണ്ടോ? സാധനം എവിടെയാണോ? കഴുകി അതിൻ്റെ അവിടെ കട എങ്ങനെ അറിയാൻ? അതെ, നമുക്ക് ഇപ്പുറത്തെ അടുപ്പയിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഈ പ്രശ്നമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ രാവിലത്തെ ഏകദേശം അവസാനിക്കാറായി. ഒരുപാട് വെള്ളം ഒഴിച്ചോ? ഒത്തിരി വെള്ളം ഒഴിച്ചോ? ക്യാബേജ് ഒന്നും കൂടെ വെക്കാലേ. ഫ്രിഡ്ജിൽ തൈര് ഇരിപ്പുണ്ടോ പോലും? തീർന്നോ? തൈര് ചുമ്മാ എന്നാ പഞ്ചസാര ഇട്ട് കുടിക്കും കേട്ടോ. അത് തീർന്നോന്നൊക്കെ ചോദിക്കുന്ന വീട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെയുള്ളത് നമ്മുടെ തൈര് മേടിച്ചായിരുന്നു. ഒരു ദിവസം മേടിച്ചായിരുന്നു അല്ലേ? സാമിന് ഇച്ചിരി മോരുകറിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു തൈര് മേടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ തൊട്ടപ്പുറത്തന്നെ കടയുണ്ട്, അവിടെ പോകണം. ഇതെന്നാന്നറിയാമോ, ഒരു തോർത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ കൈ എപ്പോഴും പോകും. ഒരു 15 മിനിറ്റ് കൂടെ ഉള്ള താമസമുണ്ടേ കേട്ടോ. 15 മിനിറ്റ് കൂടെ താമസമുണ്ട്. വേവട്ടെ ശരിക്കും. ഞാൻ ഇച്ചിരി വറുത്തിട്ട് വെച്ചേ. തീരല്ലേ കഷ്ണത്തിന്റെ ഉള്ളിലേ ചാറ് വേണം എടുക്കാം. ഒമ്പതര സമയം.
ചിക്കൻ അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് കഴിക്കാൻ പുള്ളിക്ക് ധൃതിയെ. ഇച്ചിരി പണികളുള്ളതിലും അതിലൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരും. വേണ്ടാന്നൊന്നും പറയണ്ട. തക്കാളി ഇടാൻ മറന്നു പോയിട്ടോ ഞാൻ. ഇട്ടാലും മതിയായിരിക്കും. അതിന് വേകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണി നോക്കാം. ക്യാബേജ് തോരൻ വെക്കാനുള്ള സെറ്റപ്പ്. മതി മതി മതി. വലിയ വലിയ പോന്നേ പോ തുടങ്ങി. ഈ ഫോൺ കയ്യിലിരിക്കുന്നതുകൊണ്ടാ. നമ്മൾ വലിയ കാര്യത്തിന് വഴക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ. അതിൻ്റെ ഈ മനുഷ്യൻ്റെ ഇട്ടേക്ക് നമ്മൾ ആ വഴക്കും നമ്മുടെ മനസ്സിലാ വൈരാഗ്യം കിടക്കുവാട്ടോ. എന്നിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇല്ല കുട്ടി പൊന്നേ എന്നൊരു വിളിയാണ്. വഴക്കുണ്ടാക്കിയ നമ്മളാരായി? ഓഹോ, മതാമ്മമാരെ അങ്ങ് ഇടിക്കാൻ ചെന്നാൽ മതിയായിരുന്നു. അവളമാരെ നിന്ന് തരും. മതാമ്മമാരുടെ ചരിത്രം ഒന്നും പറയണ്ട കേട്ടോ. നവന്തയുടെ ക്ലാസ്മേറ്റ്സ് എല്ലാം അത് തന്നെ ഇതില്ലേ ഏതൊക്കെയായിരുന്നു? ആഫ്രിക്ക എന്നുള്ളതും പിന്നെ ഏത് രാജ്യത്തായിരുന്നു? യൂറോപ്പ്. അങ്ങനെ പല രാജ്യത്തു നിന്നുള്ള സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. എല്ലാം ജോലിക്ക് വന്നോ അവിടെ? അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് ഈ മനുഷ്യന് ഇവിടെ കുത്തിരിക്കുക, ജോലിയില്ല. ജപ്പാനിൽ പഠിച്ചതന്നാ, അമേരിക്ക പഠിച്ചതന്നാ, അതിനൊക്കെ ഇത് വേണം യോഗ അല്ലേ? യോഗ സ്വയം ഉണ്ടാക്കുന്നതാണോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ എന്നാ ഫുഡ് ഉണ്ടാക്കിയെന്നുള്ളത് അപ്പം ചിക്കൻ കറി കേട്ടോ, വേറെ ഒന്നും രാവിലെ ഉണ്ടാക്കുന്നില്ല. ഇനി ഒരു ക്യാബേജ് തോരനും കൂടെ വെച്ചാൽ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കുള്ള കറിയായി. ചെറിയ കുടുംബമായതുകൊണ്ടേ നമുക്ക് കുറച്ച് പണികളേ ഉള്ളൂ. അതൊക്കെ തന്നെ ചെയ്യുന്നു. ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങി പിന്നെ ഒരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ മുഖത്ത്. കണ്ടോ? ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. അയ്യോ, ഫിൽറ്റർ ഇട്ടേക്കുന്ന കേട്ടോ, ലൈറ്റ് ഇട്ടേക്കുന്ന സ്ക്രീൻ ലൈറ്റ്. അപ്പോൾ എങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഈ ഓൺ വോയിസ് ഇടാമെന്ന് വെച്ചതിൻ്റെ ഒരു കാരണം, ഇടയ്ക്ക് ഞാൻ ഒരു 1-2 തവണ അങ്ങോട്ട് ഇട്ടായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ആ കമത്തി ഇട്ടോ. അപ്പോൾ മരമായി പോയില്ലത്. അത് അടച്ചൊക്കെ ഒരു പാത്രം മേടിക്കണം അല്ലേ? ആ വലിയ ഇഡ്ഡലി പാത്രത്തിന് മറ്റേ ഇഡ്ഡലി പാത്രത്തിന് അടപ്പ് മതിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തോ പിന്നെ അപ്പം ഒരിക്കലും അപ്പം ഇത് കമത്തി ഇടരുത്.
വേഗം അടച്ചു വെക്കണം. അത് അടച്ചു വെക്കാഞ്ഞിട്ട് വേഗാത്ത എന്തോ എന്നാ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്താലും അതിന് നേരെ വിപരീതമായിട്ട് ചെയ്തു. എന്നിട്ട് ഈ പെൻഷൻ എനിക്ക് ചോറ് കറി ഉണ്ടാക്കി തരുന്നത് പറയുന്നത്. ഈ പെറ്റി നേരെ എന്തെങ്കിലും ചെയ്യോ? ചിക്കൻ കറി ആവട്ടെ. ഒരു 10 മിനിറ്റ് കൂടെ, അരമണിക്കൂറാ സമയം. ഒരു 15 മിനിറ്റ് ആയതുള്ളൂ. ഒരു 15 മിനിറ്റ് കൂടെ, അല്ലെങ്കിൽ എന്തില്ലെങ്കിൽ കൊള്ളാം. ചാറ് മതി. ഇപ്പൊ ഒന്ന് എടുത്തു തന്നോ? എടുത്തരാണ്. ധൃതിയല്ല, കഴിക്കാൻ ധൃതിയായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ഒരിക്കൽ കൂടി നേരുന്നു. എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. അടുത്ത വർഷം ഒരു നല്ലൊരു വർഷമായി. ഈ വർഷം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു. ചിക്കൻ കറി റെഡിയാവുന്നുള്ളപ്പോഴത്തേക്കും അപ്പം കഴിക്കാനായിട്ട് 9:45 10 മണിയാവാറായിട്ടാണ്. അപ്പോൾ 8 മണി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മേടിച്ചുകൊണ്ട് തന്നെ. കുറച്ച് നേരം ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. കുറച്ച് നേരം അതിനകത്തേ നമ്മൾ ഇതിനെ ചിക്കൻ ആവാനായിട്ട്, അതായത് മീറ്റ് ആവാനായിട്ട് ഒരു ശകലം നേരം താമസമുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ വെക്കുന്ന ഇച്ചിരി നല്ലതാണ്. വെള്ളത്തിൽ ഇട്ട് വേവിച്ചിരുന്നത്. കഷ്ണമായിട്ടില്ല കേട്ടോ. ചാറ് മതിയോ? എന്നാ തവി ചിക്കൻ കറി ആയിട്ടുണ്ട്. പക്ഷേ കഷ്ണം ഇപ്പോൾ എടുക്കാറായിട്ടില്ല. എനിക്ക് തോന്നുന്നു വെന്ത് വേകാൻ ശകലം കൂടെ താമസമുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എന്നാൽ ശരി, എല്ലാവർക്കും ബായ്.